കേരള രാഷ്ട്രീയം ഒരിക്കൽ കത്തിയെരിഞ്ഞ ശബരിമല വിഷയം വീണ്ടും ചർച്ചകളിലേക്ക് മടങ്ങിയെത്തിക്കുകയാണ്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സുപ്രീം കോടതിയുടെ 9 അംഗ ഭരണഘടനാ ബെഞ്ച് കേസ് പരിഗണിക്കാൻ ഒരുങ്ങുകയാണ്. ഇത് വെറും ഒരു കോടതി നടപടിയല്ല, മറിച്ച് കേരളത്തിലെ ഭരണകക്ഷിയായ CPM-നും പിണറായി വിജയൻ സർക്കാരിനും വലിയൊരു രാഷ്ട്രീയ പരീക്ഷണം കൂടിയാണ്. പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ അതോ വിശ്വാസികളെ ചേർത്ത് പിടിച്ച് മലക്കം മറിയുമോ? CPM ഇപ്പോൾ ശരിക്കും പുലിവാലെ പിടിച്ചിരിക്കുകയാണ്. നമുക്ക് പരിശോധിച്ചാൽ ഇന്ന് കേസ് പരിഗണിച്ച ചീഫ് ജസ്റ്റിസായ സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമായ സമയക്രമം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മാർച്ച് 14-നകം സംസ്ഥാന സർക്കാരും മറ്റ് കക്ഷികളും തങ്ങളുടെ നിലപാട് രേഖാമൂലം അറിയിക്കണം. ഏപ്രിൽ 7 മുതൽ കേസിൽ വിശദമായ വാദം തുടങ്ങും. ഏപ്രിൽ 22ഓടെ വാദം പൂർത്തിയായി വിധിയിലേക്ക് കടക്കുവാനാണ് കോടതി നീക്കം. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണച്ച് ആചാര സംരക്ഷണത്തിനായി നിലപാടെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ പന്ത് സംസ്ഥാന സർക്കാരിൻ്റെ കോർട്ടിലാണ്. ഇവിടെയാണ് CPM വെട്ടിലാവുന്നത്. 2018-ലെ വിധി വന്നപ്പോൾ നവോത്ഥാനം പറഞ്ഞ് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച സർക്കാരാണ് കേരളത്തിലുള്ളത്. എന്നാൽ അതിൻ്റെ പേരിൽ നേരിട്ട രാഷ്ട്രീയ തിരിച്ചടി അവരെ പിന്നീട് പിന്നോട്ട് വലിയാൻ പ്രേരിപ്പിച്ചു. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത് കോടതി പറയുന്നത് അനുസരിക്കുമെന്നതാണ്. ഒന്നും ശാശ്വതമല്ല എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒരു നിലപാട് മാറ്റത്തിൻ്റെ സൂചനയുണ്ട്. എന്നാൽ പഴയ സത്യവാങ്മൂലം തിരുത്തി നൽകുന്നത് സർക്കാരിനെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല. അത് സ്വന്തം രാഷ്ട്രീയ നിലപാടിനെ തള്ളിപ്പറയുന്നതിന് തുല്യമാകും. മറുവശത്ത് പഴയ നിലപാടിൽ ഉറച്ചു നിന്നാൽ അത് വീണ്ടും വിശ്വാസികളുടെ പ്രതിഷേധത്തിന് വഴിമരുന്നിടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ശബരിമല വിഷയം വീണ്ടും സജീവമാകുന്നത് UDF-നും BJP-ക്കും ആയുധമാവുകയാണ്. സർക്കാരിൻ്റെ അഴകുഴമ്പൻ നിലപാട് അവസാനിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവായ VD സതീശൻ ആവശ്യപ്പെടുമ്പോൾ NSS ഉൾപ്പെടെയുള്ള സംഘടനകൾ സർക്കാരിൻ്റെ കോടതിയിലെ നീക്കങ്ങൾക്കായി ഇപ്പോൾ കാതോർക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചാ വിവാദങ്ങളും മറ്റുമൊക്കെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ കേസ് കൂടി വരുന്നത് CPM-ന് വലിയ ഒരു തലവേദനയാണ്. എന്തായാലും നിങ്ങളോട് ഒരു ചോദ്യം: CPM എന്ത് നിലപാടാകും മാർച്ച് 14-ന് കോടതിയിൽ സ്വീകരിക്കുക? ആചാര സംരക്ഷണമോ അതോ ഭരണഘടനാപരമായ തുല്യതയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വിഷയത്തിലെ ഓരോ അപ്ഡേറ്റുകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.